ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് അനുഭവിച്ചറിയാം. അവനെപ്പോഴും നമ്മോടൊപ്പമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ശരീരം അവൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആലയമായ എൻ്റെ ശരീരം ദൈവം വസിക്കുവാൻ വേണ്ടി നമ്മൾക്ക് വിട്ടു. ഇന്ന് കാണുക യോഹന്നാൻ സുവിശേഷം 12 തിരുവചനം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയാതിരുന്നാൽ അതെവിടെ ഇരിക്കും? അത് അഴിഞ്ഞാൽ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം, പുറന്തോട് പൊട്ടണം, എന്നിലെ സ്വാർത്ഥതയുടെ തോട് പൊട്ടണം. എങ്കിൽ മാത്രമേ അതിന് വേര് നിലത്തോടി അത് നല്ലൊരു ചെടിയായി ധാരാളം ഗോതമ്പ് മണികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. ധാരാളം ഫലങ്ങൾ ആ ഒരു ഗോതമ്പ് ചെടിയിൽ നിന്ന് ലഭിക്കും. ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ സ്വാർത്ഥത വെടിഞ്ഞ്, എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ വെടിഞ്ഞ് ദൈവഹിതമനുസരിച്ച് തൻ്റെ ജീവിതത്തെ കർമ്മപ്പെടുത്തുമ്പോൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അത് അനേകർക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. തുടർന്ന് ഈശോ പറയുന്നുണ്ട്, സ്വന്തം ജീവനെ സ്നേഹിക്കുന്നവൻ അല്ലെങ്കിൽ തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ത്യജിക്കുന്നവൻ അത് നിത്യജീവനിലേക്ക് അതവൻ സ്വരുക്കൂട്ടും, അല്ലെങ്കിൽ നിത്യജീവനിലേക്ക് അവൻ കാത്തു സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്വന്തം ജീവനെ അല്ലെങ്കിൽ തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദേഷിക്കുന്നവന് അത് നിത്യജീവനിലേക്ക് അവൻ സ്വരുക്കൂട്ടും എന്ന് പറഞ്ഞു വെക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ടവരല്ല. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മൾ സ്വാർത്ഥതയുടെ തോട് പൊട്ടണം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കണം. ഈശോ തുടർന്ന് പറയുന്നുണ്ട്, എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് ശുശ്രൂഷകനും ആയിരിക്കും. എൻ്റെ പിതാവ് അവനെ മാനിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, നമ്മുടെ സ്വാർത്ഥതയുടെ തോട് കൂട്ടി ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവിടുന്ന് നമ്മളെ കാത്തുപരിപാലിക്കും. അവിടുത്തെ ശുശ്രൂഷിക്കുമ്പോൾ സ്വർഗസ്വനായ പിതാവ് നമ്മളെ ബഹുമാനിക്കും. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയം ഉയർത്തി പ്രാർത്ഥിക്കാം. സ്നേഹനാഥനെ ഈശോയെ, സ്വാർത്ഥതയുടെ തോട് പൊട്ടുവാൻ, എന്നിൽ അഹങ്കാരത്തിൻ്റെ വ്യർത്ഥതയുടെ തോട് പൊട്ടുവാൻ ദൈവമേ, എന്നെ തന്നെ ഞാൻ വിട്ടുതരുന്നു. എന്നിൽ ധാരാളം ഫലം പുറപ്പെടുവിക്കുവാൻ ഇടവരുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വന്ന് നിറയണമേ. ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, വചനം ശ്രവിക്കുന്നവർക്ക് വേണ്ടി ഹൃദയമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.